ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൂന്നേ മൂന്ന് അപ്ഡേറ്റുകളെ പറയാനുള്ളൂ. മൂന്നേ മൂന്ന് അപ്ഡേറ്റുകൾ. പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തുമ്പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. കുറെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ 2018 ആണെന്നാണ് എൻ്റെ ഓർമ്മ ട്ടോ. എനിക്ക് തെറ്റൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. കിടിലൻ സിനിമയാണ്. അത് വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട് വലിയ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഞെട്ടിച്ചിട്ടുള്ള സത്യം പറഞ്ഞാൽ പേടിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. കുറെ സീൻസ് കണ്ണടച്ച് കാണേണ്ട അവസ്ഥയായിരുന്നു. സ്ക്രീനിൽ നിന്ന് മുഖം തിരിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് കേട്ടോ. ഞാൻ മൊബൈൽ കണ്ടിട്ട് പോലും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുള്ള സിനിമയാണ്. ആ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. തുമ്പ എന്ന് പറഞ്ഞ സിനിമ ഈ മാസം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിലീസ് ട്രെയിലറും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുമായി സംബന്ധിച്ച് ഇതിന്റെ ആഹ് അണിയറ പ്രവർത്തകർ കുറച്ച് വാർത്ത വിട്ടിട്ടുണ്ട്. അതായത് വിസ്മയത്തിന്റെ 2ാം അധ്യായം എന്നാണ് പറയുന്നത്. തുമ്പാട് എന്നാണ് പറയേണ്ടത്. തുമ്പാട് അല്ല, തുമ്പാട് 2 അത് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ അത് വലിയൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തുമ്പാട് എന്ന ചിത്രത്തിന് 2ാം ഭാഗം ഒരുങ്ങുന്നു. സിനിമയുടെ നിർമ്മാതാവായ സോഹും ഷാ 2ാം ഭാഗത്തിന്റെ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. അപ്പൊ സിനിമയായിട്ട് ഒരു ടീസറും പുറത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതാണ്. ടീസർ പക്ഷെ ഇവരാ ഫസ്റ്റിന്റെ കൂടെ ആ സാധനം തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ഇട്ടതായിരുന്നു. അല്ലാതെ ഒഫീഷ്യലി വേറെ സാധനം ഇറക്കിയിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും തുമ്പാട് 2 വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ഞാനിത് വലിയൊരു സംഭവമായിട്ട് ഇതിൽ ചേർക്കാനുള്ള കാരണം ഈ സിനിമ കണ്ടവർക്ക് അറിയാം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ അടുത്ത് ഞാൻ എനിക്ക് മിനിഞ്ഞാന്നോ അതിന്റെ തലേന്ന് അങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്റെ പെങ്ങളുടെ മോന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സിനിമ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും ഞാനത് കണ്ടു. അടിച്ചുവിടാതെ കണ്ടു. ഭയങ്കര സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിസ്റ്ററിയും ഫിക്ഷനും കാര്യങ്ങളും മിത്തും എല്ലാം കൂടെ കൂടിച്ചേർത്തുള്ള ഒരു സിനിമയായിരുന്നു. വിഷ്വൽസ് ഒക്കെ എന്ത് ഭംഗിയെന്നറിയോ. ഒരു മൊട്ട കുന്നുമുള്ളവരുടെ വീടും ആ കുട്ടികളും മഴയും. ഇത് തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് തുമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെ. എപ്പോഴും മഴയാണ്. അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെ ആ വയസ്സായിട്ട് കിടക്കുന്ന ആ ഒരു ഗ്രാൻഡ് മദർ വല്യമ്മ, ആ ഒരു മിസ്റ്ററി. അയ്യോ, ഇത് കിടുന്ന സിനിമയാണ്. അപ്പൊ എന്തെങ്കിലും 2 വരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഇത് സംഭവിക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പൊ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിനിമ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ ദയവേത് പോയി ഡൗൺലോഡ് ചെയ്ത് കാണുക. സൂപ്പർ സിനിമയാണ്. രണ്ടാമത് പറയാനുള്ളത് തലൈവരുടെ ആട്ടം കാണാൻ 1 വർഷം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പറയണ കേട്ടോ, അതൊന്നും 1 വർഷം പറഞ്ഞ് 12 മാസം ഇനിയുണ്ട്. സത്യം പറഞ്ഞാൽ 2025 സിനിമ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഒഫീഷ്യലി പറയുകയും ചെയ്തു. 2025 ഏത് മാസം ഒന്നും പറഞ്ഞിട്ടില്ല. 1 വർഷം ഒന്നും കാത്തിരിക്കേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്ത വർഷം ജൂണിലേക്ക് റിലീസ് ചെയ്യുന്നതിനാണ് അണിയറ പ്രവർത്തകർ പദ്ധതി ഇടുന്നത് എന്ന് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ എന്ന് പറയുമ്പോൾ 6ാം മാസം. ഡിസംബറിലേക്ക് ഇനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം. ആ 9 മാസം ഉണ്ട്. ഏകദേശം 1 വർഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ എനിക്ക് തെറ്റിരിക്കണോ? ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാവുന്ന ചിത്രം കൂലിയുടെ റിലീസ് 2025 എന്ന റിപ്പോർട്ട്. സംഭവം 2025 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജൂണിലേക്ക് മാറ്റി എനിക്കറിയില്ല. ഇത് മോളിവുഡ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ്. ഈ ജൂണിലേക്ക് മാറ്റി എന്നുള്ളത് ഇത് ഒഫീഷ്യലി കൺഫേം ആണെന്ന് എനിക്കറിയില്ല. ബട്ട് 2025 ആണ് എന്നുള്ളത് ആദ്യമേ അവർ പറഞ്ഞിരുന്നു. അടുത്ത അപ്ഡേറ്റ് ബാറോസ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഫാന്റസി ഫിക്ഷൻ സിനിമയായിട്ടുള്ള, കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ആ സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത് സംവിധായകൻ ആകാൻ വേണ്ടി ചെയ്തതല്ല, എന്നിലേക്ക് വന്നതെന്നാണ് പുള്ളിക്കാരൻ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്നാലും ഒരു സിനിമ സംവിധാനം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് സംവിധാനം ചെയ്തതല്ല, അതിങ്ങനെ എന്നെ തേടി വന്നതാണ് എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. കാരണം പൊതുവെ എല്ലാവരും പറയാറുള്ളതാണ് ഇത് എന്നെ തേടി വന്ന എല്ലാം നമ്മളെ തേടി വരുന്നില്ലേ. നമ്മുടെ ലൈഫിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ തേടി വരുന്നതാണ് എല്ലാം. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ പല പല കാരണങ്ങൾ. കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം, കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വിശ്വാസമില്ലാത്തവർക്ക് എങ്ങനെയൊക്കെയോ നമ്മളെ തേടി വരുന്നത് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ലാലേട്ടനെ തേടി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പുള്ളിനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, പാറോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെ ഞെട്ടിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ അണിയപ്രവർത്തകർ പറഞ്ഞു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാണ്ടിരിക്കുകയായിരിക്കും ബെറ്റർ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുട്ടികൾക്ക് വേണ്ടി കൂടുതലും അവരെ ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ ഇത്തരത്തിലൊരു 3D, പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഏതൊക്കെയോ ക്യാമറയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എത്രയോ പുറത്തുനിന്ന് വലിയ വലിയ ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ബറോസിലെ ചില ഫൈറ്റ് സീക്വൻസ് ഒക്കെ ലീക്ക് ആയതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ. കളവിപ്പായിട്ടും മറ്റു കുംഫും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയുള്ള സാധനമായിരുന്നു ലീക്ക് ആയത്. അപ്പൊ അത്തരത്തിലുള്ള ഫുട്ടേജ് ഒക്കെ ലാലേട്ടനെ അറിയാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ മെയ് വഴക്കത്തോടുകൂടി ചെയ്യുന്ന ആളാണ്. അത്രയും എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ബറോസ്
ഒരു നല്ല കിടിലൻ സിനിമ ആയിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാലും ഹൈപ്പുകളൊന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത്. കാരണം ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. പിന്നെ കുറേ സമയം കുറേ ഷൂട്ട് ചെയ്ത് ഒഴിവാക്കി വീണ്ടും ഷൂട്ട് ചെയ്ത്, ആദ്യം ഷൂട്ട് ചെയ്തിരുന്ന കുട്ടികൾക്ക് പിന്നീട് കുറേ ലേറ്റായി ഷൂട്ട് ചെയ്തപ്പോൾ വരാൻ പറ്റാതായി. പുറത്തുനിന്ന് അമേരിക്കയിലോ അവിടെ ഉള്ള കുട്ടികളായിരുന്നു, കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല, എന്തായാലും വിദേശികളായിരുന്നു. ആ കുട്ടികൾക്ക് വരാൻ പറ്റാതായി, പിന്നീട് വേറൊരു കുട്ടിനെ സെലക്ട് ചെയ്ത്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പഴമക്കാരൊക്കെ പറയും അങ്ങനെ തടസ്സം വരുന്നത് നല്ലതാണ്, നല്ലതിന് മുന്നോടിയാണ് ഈ തടസ്സം വരുന്നതെന്നൊക്കെ. നല്ലതിന് മുന്നോടി ആവട്ടെ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വരട്ടെ, കാണാം, കണ്ടിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരവസ്ഥ. എന്തായാലും ഈ 3 അപ്ഡേറ്റുകളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ 3 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. കാണാം, കാണുന്നവരെ.